ഇടുക്കി ജില്ലയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും ഉദ്ഘാടനം ഇടുക്കി പാർക്കിൽ നടന്നു. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുവാൻ പുതിയ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും ഉദ്ഘാടനമാണ് ഇടുക്കി പാർക്കിൽ നടന്നത്. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുവാൻ പുതിയ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കി എന്ന പദ്ധതിയും വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നേരിട്ട് എത്തിച്ചേരേണ്ടതായിരുന്നു. പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട്, ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തം വന്നതുകൊണ്ടാണ് നേരിട്ട് വരാതെ. അതുകൊണ്ടാണ് പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇടുക്കി. ഇപ്പോൾ ഏറ്റവും അധികം വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലയും ഇടുക്കിയാണ്. സർവകാല റെക്കോർഡിലാണ്. ഇടുക്കിയിലെ കുടിയേറ്റ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പദ്ധതിയാണ് മൈഗ്രേഷൻ മോണുമെന്റ്സ് ടൂറിസം വില്ലേജ് എന്ന പദ്ധതി. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 10 കോടി രൂപ അനുവദിച്ചാണ് കുടിയേറ്റ സ്മാരകത്തിന്റെ നിർമ്മാണം. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഇടുക്കിക്ക് സമീപത്താണ് ടൂറിസം വില്ലേജ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇടുക്കി പാർക്കിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നേൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, DTPC എക്സിക്യൂട്ടീവ് മെമ്പർ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.